വെൽക്കം ബാക്ക് ടു ടെക്കി മീഡിയ. നമ്മളോട് ആവശ്യപ്പെട്ട ഒരു റീച്ചാണ് കൊയിലാണ്ടി ബൈപ്പാസ്. ഇന്ന് നമുക്ക് കൊയിലാണ്ടി ബൈപ്പാസിന്റെ പുരോഗതി പരിശോധിക്കാം. അണ്ടർപാസിന്റെ സ്ട്രക്ചറാണിത്. ചെങ്ങോട്ടുകാവ് ഭാഗത്ത് നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. 3 അണ്ടർപാസ്, ഒരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്, ഒരു വെഹിക്കിൾ ഓവർപാസ്, 4 മൈനർ ബ്രിഡ്ജ് എന്നിവയാണ് കൊയിലാണ്ടി ബൈപ്പാസിൽ വരുന്നത്. ഇവിടെ റോഡ് DBM ചെയ്തത് കണ്ട് കൊയിലാണ്ടി ബൈപ്പാസിൽ ഒരുപാട് പുരോഗതി ഉണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. കുറച്ചു ദൂരം മാത്രമേ ഇതുള്ളൂ. അയ്യൂര് മുതൽ വെങ്ങളം വരെയുള്ള റീച്ചാണിത്. 40.8 കിലോമീറ്റർ ആണ് ഈ റീച്ചിന്റെ ദൈർഘ്യം. ഈ റീച്ചിൽ വരുന്ന ബൈപ്പാസ് ആണ് കൊയിലാണ്ടി ബൈപ്പാസ്. 11 കിലോമീറ്റർ ആണ് ഈ ബൈപ്പാസിന്റെ ദൈർഘ്യം. ചെങ്ങോട്ടുകാവ് നിന്ന് ആരംഭിച്ച് നന്ദിയിലാണ് ഈ ബൈപ്പാസ് അവസാനിക്കുന്നത്. ഈ ബൈപ്പാസിന്റെ അനിവാര്യത മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് റോഡിലൂടെ യാത്ര ചെയ്യണം. കൊയിലാണ്ടി ടൗണിൽ ഭീമമായ ബ്ലോക്കാണ് സദാസമയവും കാണാറുള്ളത്. മണിക്കൂറുകളോളം ബ്ലോക്കിൽ അകപ്പെടാറുണ്ട്. ഈ ഒരു ബൈപ്പാസ് അല്ലാതെ ഈ ബ്ലോക്കിന് വേറൊരു പരിഹാരമില്ല. കൊയിലാണ്ടി ബൈപ്പാസിലെ ഒരേ ഒരു വെഹിക്കിൾ ഓവർപാസ് ആണ് ഈ കാണുന്നത്. നിർമ്മാണം പൂർണ്ണമായിട്ടില്ല. നിലവിൽ നമുക്ക് കൊയിലാണ്ടി ബൈപ്പാസിലൂടെ യാത്ര ചെയ്ത് നന്ദിയിൽ എത്താമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓഫ് റോഡ് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ പോകാവുന്നതാണ്. അല്ലാതെ കാറ് ബൈക്കായിട്ട് വന്നാൽ അത് മറ്റൊരു സാമ്പത്തിക നഷ്ടമാകും. ഇവിടെ വരെ മാത്രമേ DBM ചെയ്ത റോഡ് ഉള്ളൂ. ഇവിടെ വരെ വന്നിട്ട് ഡൈവേർട്ട് ചെയ്ത് എക്സിസ്റ്റിംഗ് റോഡിലേക്ക് എത്താമോ എന്ന് അറിയില്ല. അറിയുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. എന്തായാലും കൊയിലാണ്ടി ടൗൺ പാസ്സാവില്ല എന്നാണ് തോന്നുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓഫ് റോഡ് വാഹനം ഉണ്ടെങ്കിൽ പോകാം എന്ന് കരുതി എല്ലാവരും ഇതിലെ വരരുത്. കാരണം ഇത് ഒഫീഷ്യലി ഓപ്പൺ ചെയ്തിട്ടില്ല. ട്രാഫിക് മൂവ്മെന്റ്സ് കൂടിയാൽ അത് ഇവിടത്തെ ജോലിയെയും ബാധിക്കും. അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ മഡ് റോഡ് അത്ര സ്റ്റേബിൾ അല്ല. കുറച്ചു ദിവസം മുൻപ് വാഗാടിന്റെ ഒരു മിക്സ്ചർ ടാങ്കർ ഇവിടെ നിയന്ത്രണം വിട്ടു മറിഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കുന്നുകൾ ഇടിച്ച് നടുവിലൂടെ ആണ് ഈ ഭാഗത്ത് റോഡിന്റെ വർക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 സൈഡിലും സോയിൽ നെയിലിംഗ് ചെയ്തിട്ടാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോയിൽ നെയിലിംഗ് എന്നാൽ വാളിന്റെ വശങ്ങളിൽ സ്പെസിഫിക് ആവശ്യാനുസരണമുള്ള ഹോൾസ് ഉണ്ടാക്കുന്നു. ശേഷം കോൺക്രീറ്റ് സ്റ്റീൽ നിറച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു മെത്തഡോളജി ആണിത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് നിങ്ങൾ വീഡിയോ കാണുന്നത് എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ എല്ലാ റീച്ചുകളും ചെയ്യുന്നതാണ്. അതുപോലെ ഏതെങ്കിലും സ്പെസിഫിക് സ്ഥലങ്ങളോ റീച്ചുകളോ അറിയണമെങ്കിൽ കമന്റിലൂടെ ആവശ്യപ്പെടാവുന്നതാണ്. ഇതുപോലെ ചില ഭാഗങ്ങളിൽ ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ DBM ചെയ്ത റോഡുകൾ കാണാം. ചിലപ്പോൾ DBM ഫിസിക്കൽ പ്രോഗ്രസിൽ പെർസെന്റേജ് കൂട്ടാനായിരിക്കാം.
ഇവിടെ വർക്കിന്റെ വേഗതയില്ലായ്മ ഇവിടത്തെ ബൈപ്പാസിന്റെ വശങ്ങളിൽ താമസിക്കുന്ന നിവാസികളോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. ഈ വർക്ക് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിരവധിയാണ്. പൊല്യൂഷനുകൾ, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ തുടങ്ങിയ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഇവർ നേരിടുന്നത്. ഇങ്ങനത്തെ ജനവാസമുള്ള ഏരിയയിൽ പ്രയോറിറ്റി ബേസിൽ പെട്ടെന്ന് വർക്ക് എടുത്ത് തീർക്കണം എന്നാണ് നിയമം. പക്ഷേ ഇവിടെ ഒന്നും പാലിക്കപ്പെടുന്നില്ല. ഈ ഒരു ഭാഗത്തും സോയിൽ നെയിലിംഗ് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും സോയിൽ നെയിലിംഗ് ഫെയിലിയർ ആയതിനാൽ ജിയോ ഫിസിക്കൽ ടെസ്റ്റും ഇൻസ്പെക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഈ ഭാഗങ്ങളിലെ വർക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക. ചിലപ്പോൾ റീറ്റൈനിങ് വാൾ, ഗാബ്രിയോൺ വാൾ അല്ലെങ്കിൽ സോയിൽ നെയിലിംഗിൽ തന്നെ ഉള്ള കട്ട് ആൻഡ് ഫിൽ പോലുള്ള മെത്തഡോളജികൾ ആകാം. ഏകദേശം കൊയിലാണ്ടി ബൈപ്പാസിന്റെ അവസാനത്തിലാണ് വാഗാടിന്റെ പ്ലാന്റ് വരുന്നത്. ശരിക്കും കൊയിലാണ്ടി ബൈപ്പാസിന്റെ അവസാനമല്ല, തുടക്കമാണിത്. കാസർഗോഡ് ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കാണ് ചെയിനേജ് ആഡ് ഓൺ ആകുന്നത്. നമ്മൾ ചെങ്ങോട്ടുകാവിൽ നിന്ന് ആരംഭിച്ചത് കൊണ്ട് ആണ് അങ്ങനെ പറഞ്ഞത്. ഇതുപോലത്തെ 2 പ്ലാന്റുകളാണ് വാഗാടിനുള്ളത്. മറ്റൊന്ന് വരുന്നത് വടകര പാർക്കോ ഹോസ്പിറ്റലിന്റെ സമീപമാണ്. അറബിക്കടലിന്റെ മനോഹരമായ ഒരു ഏരിയൽ വ്യൂ ഇവിടെ നിന്ന് കാണാം. ഇവിടെ മുതൽ, അതായത് നന്ദി മുതൽ തിക്കോടി, പയ്യോളി, വടകര വരെയുള്ള വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ വാഗാടിനെ പറ്റിയും അദാനിയെ പറ്റിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സമയം കിട്ടിയില്ല, അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ അപ്ഡേറ്റുകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ടെക്കി മീഡിയ.